ഹായ് അമ്പു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. ആയിക്കോട്ടെ കേട്ടോ. എന്താ നീ ആയിക്കോട്ടെ നീ പറയുന്നത്? അവരല്ലേ പറയണ്ടേ? അവര് പറയണത് നമുക്ക് കേൾക്കില്ലല്ലോ. അക്ഷരങ്ങളോട് കേൾക്കാം. അക്ഷരങ്ങളോട് അവർ പറയുമല്ലോ. ചില ദിവസങ്ങളിൽ ഈ മെസ്സേജ് നമുക്ക് കൃത്യസമയത്ത് എത്തില്ല അല്ല, നേരം വൈകാറുണ്ട്. മറുപടി ഇടുമ്പോ വൈകുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ അത് ഞങ്ങൾ വിചാരിക്കും എന്താ ആദ്യം മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ വരുന്നതാണ്. അത് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാണ്ടോ അതറിയില്ല കേട്ടോ. അപ്പോഴൊക്കെ അമ്മ കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങൊന്നുമില്ല പകല്. നീ ഇല്ലാത്ത പറയുന്നത് ഞാൻ നോക്കിയിരിക്കും. അപ്പോൾ ഇന്നെന്താ അവരുടെ മെസ്സേജ് ഇപ്പോൾ എൻ്റെ ചേച്ചിക്കുട്ടി ഇല്ലേ, ചേച്ചിക്കുട്ടി ആര്, മറിയം ജോർജ്, അവരുടെ 2 ദിവസമായിട്ട് മെസ്സേജേ ഇല്ല. എന്താണാവോ? അപ്പം അങ്ങനെ ചിലരെ കിട്ടുന്നില്ല എനിക്ക്. അത് അങ്ങനെയുണ്ട്. പിന്നെ നേരം വൈകിട്ടാണ് എല്ലാവരുടെയും കിട്ടുന്നത്. അതാണ് ഞാൻ നേരം വൈകിട്ട് റിപ്ലൈ ഇടുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് അല്ലാണ്ട് അമ്മ മടിച്ചായിട്ടല്ല. നീ ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ. നീ ഒരു കൊസറക്കൂടി പറയരുത്. ഇന്ന് നമുക്ക് ഒരു പുഴമീൻ കറിയാണ് കേട്ടോ. പുഴമീൻ ഇങ്ങോട്ട് കൂട്ടില്ല. എന്ത് കറിയാണത്? പുഴമീൻ. എനിക്കിതിലൊരു ചോദ്യം അമ്മയോട് ചോദിക്കാനുണ്ട്. കൃത്യമായിട്ട് അമ്മ മറുപടി പറയണം. ശരിയാണോ തെറ്റാണോ എന്ന് പറയണം കേട്ടോ. ഇപ്പോ ഇത് പുഴമീന്, കടലിൽ നിന്ന് പിടിച്ച കടലിന്റെ മീന്. അപ്പൊ നമ്മൾ ഈ മാർക്കറ്റിൽ പോയിട്ട് കൊണ്ടുവരില്ലേ, അത് മാർക്കറ്റ് മീനാ? ആണോ? അങ്ങനെയാണ് നിന്നോട് പറയാൻ പറ്റും. ആണോന്ന്? ഞങ്ങൾക്ക് 2 ആൾക്കാര്, എനിക്കും ഏട്ടനും. ഇവൻ പുഴമീൻ കൂട്ടില്ല. പിന്നെ വർഷം ഞാൻ ഞങ്ങൾക്ക് എടുത്തു. നിങ്ങളൊക്കെ അതായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അല്ല, നീ കൂട്ടില്ലല്ലോ. അത് നിങ്ങൾ ഒരുമിച്ച് അതിന്റെ കൂടെ ഞാൻ ഈ വഴുതനങ്ങ ഇട്ടിട്ടാണ് പുഴമീൻ വെക്കുന്നത്. ഇങ്ങനെയൊക്കെ പുഴമീൻ വെക്കുവോ? വഴുതനങ്ങ എന്തൊക്കെ കണ്ടുപിടിക്കാണ് എന്റെ അമ്മ. എനിക്ക് വലിയ ഈ കർണാടകയില് പറഞ്ഞിട്ട് അമ്മ എന്തൊക്കെയാണ് അവ ചെയ്യുന്നത്? മീൻകറിക്ക് മീൻ മാത്രം ഇട്ടാ പോരെ? സവോള കുറച്ച് വെള്ളോ, തക്കാളി, ഒരു ചെറിയ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത് ചെറിയ ഉള്ളി എനിക്ക് വറവിടാനാണ്. പിന്നെ എനിക്ക് വറവിടാനല്ലോ. പുളി ആയാലും ഇടാം, കുടംപുളി ആയാലും ഇടാം, അത് കുഴപ്പമില്ല. അപ്പൊ ഇനിയിപ്പോ എനിക്ക് കേട്ടാ ഈ തക്കാളി ഇട്ട് കൊടുക്കുക. എല്ലാം പച്ചക്കാണ് കേട്ടോ, വാട്ടണമൊന്നുമില്ല. അങ്ങനെയാണത്. അപ്പോൾ പിന്നെ ഇഞ്ചി ഇതങ്ങനെ നീളത്തിലരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, പിന്നെ മുളക് ഒരു 2 സ്പൂണ് നാളികേരം, മുളക്, മല്ലിയില്ല കേട്ടോ, മുളക്, ചെറിയ ഉള്ളി കൂടി അരച്ചതാണിത്. മഞ്ഞൾ ആരൊക്കെ കൂടി അരച്ചാണ്? ഞാൻ തന്നെ അരച്ചതാണ്. കൂടി അരച്ചതാണ്. മുളക് പച്ച, അതായത് പൊടിയല്ല, മുഴുവൻ മുളകും നാളികേരം കുറച്ചേ വേണ്ടു. പിന്നെ മഞ്ഞപ്പൊടി, അല്ല മഞ്ഞപ്പൊടി, അതന്നെ മഞ്ഞപ്പൊടി, ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ഇതൊന്നും വേണ്ട, എന്ത് വാട്ടൊന്നും വേണ്ട. ഇങ്ങനെ വെക്കുന്നതിന് വാട്ടേണ്ട ആവശ്യം. അവസാനം നമുക്ക് വറവിട്. ഏതായി നമുക്ക് ആകെ 4 കഷ്ണം മീനും വെച്ചിട്ട് നമുക്ക് ഈ നമുക്ക് വറവിടാ പറഞ്ഞ ഞാനും കൂടണം. അല്ല, ഞാൻ ഈ വറവിടാൻ കൂടണമെന്നാണ് ചോദിച്ചത്. അല്ല, നീ കൂട്ടില്ലല്ലോ. ഇതൊന്ന് അടുപ്പത്തണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് വേണേലും എന്നോട് പറയാം. അതുവരെ നീ എന്നോട് പറഞ്ഞാലേ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും. അതാണ്. അത്രയ്ക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും അമ്മക്ക്. പിന്നെ ആവില്ലേ, അരപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു. നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം. അച്ഛനെ ഈ പാലത്തിനടുത്ത് പോയിട്ട് കിട്ടിയതാണോ ഈ മീൻ? തോന്നി. അപ്പൊ അച്ഛൻ കണ്ടപ്പോ എനിക്കും അച്ഛനും കുഴമീൻ്റെ കറി ഇഷ്ടമാണ്. പുലർച്ചയ്ക്ക് മീൻ കൊണ്ടുവരുമ്പോഴേ എനിക്കത് കണ്ടാലേ ആവില്ലല്ലോ. അല്ല, ഇത്രയും നേരത്തെ കൊണ്ടുവന്നപ്പോ എനിക്കൊരു സംശയം, അവിടെ മീൻ പിടിക്കുന്നവിടെ കൊണ്ടുവന്ന നടക്കാൻ പോയപ്പോ കണ്ടു. അപ്പൊ ചെറിയതും ഉണ്ടായിരുന്നു ഇത്ര. അത് നന്നാക്കാൻ ഭയങ്കര പാടല്ലേ. കൊളസ്ട്രോൾ ഇല്ലാത്ത മനുഷ്യൻ എന്തിനാ വെറുതെ ഇങ്ങനെ രാവിലെ എണീച്ച് നടക്കണം? ആ സമയം കൊണ്ട് എന്റെ അടുത്ത് വന്നെടുത്ത് നേരം കടന്നുകൂടെ? എന്നിട്ട് വേണം നിന്റെ കൂടെ കിടക്കുക. എന്താ കുഴപ്പം? അപ്പൊ ഇതിലെല്ലാം ഇട്ടു കേട്ടോ. എല്ലാം ഒന്നും വാട്ടാണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ, സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ നാളികേരം, മുളകും, മഞ്ഞളും, ചെറിയ ഉള്ളിയും കൂടി അരച്ചത്. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ ഇത്രയേ ഉള്ളൂ. ഉപ്പിട്ടു,
ആ ഒരു പ്രത്യേക സാധനം പറഞ്ഞല്ലോ. മറന്നല്ലോ. പ്രത്യേകമല്ല, എന്നും ഇടുന്ന ഒരു സാധനം മറന്നല്ലോ. അതെന്താണ്? അതെന്താണ്? തന്നെ. അപ്പൊ എന്തായാലും അത് വെക്കുമ്പോ അങ്ങനെ കാണുമ്പോൾ കളർഫുള്ളാണ്. അപ്പൊ അതിങ്ങനെ അടച്ചു വെക്കാം, നന്നായി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് വഴുതനങ്ങ മീനൊക്കെ. ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? എന്താണ്? ഈ എല്ലാ ചോദ്യം ഉണ്ടല്ലോ എന്നോട്. എനിക്കിങ്ങനെ പഴയതൊക്കെ അങ്ങനെ മറന്നു പോകുമ്പോ പഴയതൊക്കെ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ കേട്ടതിൽ നിന്നും വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തോൽക്കണം എന്ന് ആൾക്കാർ പറയുമല്ലോ. ഒരു വട്ടമെങ്കിലും വീഴണം എന്ന് പറഞ്ഞാൽ വഴിക്ക് വീഴണം എന്നല്ല, ജീവിതത്തിൽ വീഴണം അല്ലെങ്കിൽ തോൽക്കണം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം എന്നൊക്കെ പറയുമല്ലോ. എന്തിനാണത് പറയണത്? അറിയില്ലെങ്കിൽ ഞാൻ പറയാം. എന്തിനാണത് പറയണത്? എന്ന് വെച്ചാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വിശ്വസിക്കുന്നവര്. വിശ്വാസ വഞ്ചന എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിച്ച് ചതിക്കുന്നവര്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വീഴുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ തോൽക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അതുവേറെ ചിരിച്ച് കാണിച്ചവരൊന്നല്ല നമ്മൾ വീഴുമ്പോൾ കൂട്ടുവന്നവർ മാത്രമാണ്. നമ്മളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒരു വട്ടമെങ്കിലും തോൽക്കണം എന്ന് കാരണന്മാർ പറയുക. അങ്ങനെ കാരണന്മാർ പറയാറുണ്ടോ? എന്താ ഭഗവാനെ. പിന്നെ ഇപ്പൊ അമ്മ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനോ അമ്മ ആരെങ്കിലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് പോയിക്കൊണ്ട് ഇപ്പുറത്തെ വീട്ടിലെ ആൾ വേഗം ജനലങ്ങോട്ട് അടക്കുകയാണ് നമ്മൾ കണ്ടോ. അത്രയ്ക്ക് നമ്മളോട് ഇഷ്ടമില്ലായ്മ. നമ്മൾ കണ്ടതോ ജനലങ്ങോട്ട് പടാന്നങ്ങോട്ട് അടയ്ക്കണം. ജനലും കൂടി തുറന്ന് നോക്കാൻ വയ്യ, അത്രത്തോളം നമ്മളോട് വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയട്ടെ, ആ ജനലിലേക്ക് ഒരു കല്ലെടുത്തെറിയാം. അതായിരിക്കും അമ്മ പറയാ. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ കൂടെ പോകണേ, നമ്മുടെ വീട്ടിന്റെ വാതിൽ തുറന്നിടാ, ജനലൊക്കെ തുറന്നിട്ടിട്ട് ഒന്ന് ഹായ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്? അതെന്തിനാന്ന് പറഞ്ഞാൽ അവരല്ലല്ലോ നമ്മള്. വെരി ഗുഡ്. ഇത് എന്താ? ആരാത് മുതല്? നന്നായി. വെരി ഗുഡ്. ബുദ്ധിയുണ്ട് കേട്ടോ. അയ്യോ ഞാൻ എത്രത്തോളം പ്രതീക്ഷിച്ചില്ല. ഇത്തിരി ബുദ്ധി ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഭയങ്കര ബുദ്ധിയായി. ഇനി ഒരു ചോദ്യം കൂടി. നിങ്ങളോട് നല്ല ബന്ധം എന്ന് വെച്ചാൽ നല്ല സൗഹൃദം, നല്ല ബന്ധം, ഏതു നേരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ നിഴല് പോലെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പിക്കാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം നിങ്ങളോട് മിണ്ടാണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങളോട് ഒന്നും പറഞ്ഞില്ല, പെട്ടെന്നൊരു ദിവസം നിങ്ങളോട് മിണ്ടാണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എത്രത്തോളം ആലോചിക്കാറുണ്ടോ? നമ്മളുടെ കുറ്റങ്ങൾ പറയാനോ അല്ലെങ്കിൽ നമ്മളോട് ഇപ്പോൾ അവർ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ കുറ്റങ്ങൾ പറയാൻ അവർക്ക് ആരെങ്കിലും വേറെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് പറയുമ്പോൾ കിട്ടാത്തൊരാശ്വാസം മറ്റുള്ളവരോട് കുറ്റം കുറവുകൾ പറയുമ്പോൾ എന്നെക്കാളും നല്ല ഒരാളെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പരസ്പരമൊക്കെ പൊതുവെ നല്ലത് മാത്രം പറയുന്നവരെ ആർക്കും അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അവര് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആരുടെങ്കിലും കുറ്റം കുറവും പറയുകയാണെങ്കിൽ അതിനൊക്കെ തലയാട്ടിയിട്ട് ശരിയാണെന്ന് പറയുന്നവരെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്ക് എന്നോട് മിണ്ടാൻ മടി. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും കുറ്റങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. നമ്മൾ ചെയ്തതല്ലെങ്കിലും അവരങ്ങനെ എങ്ങനെയെന്ന് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിനോടൊരു ഇവര് ഇങ്ങനെയാണോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ആരുടെങ്കിലും വാക്ക് കേട്ടിട്ടോ അങ്ങനെയാവാം. അങ്ങനെ പല വിധത്തിൽ അവർക്ക് നമ്മളെ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നമ്മളെ പൂർണ്ണമായും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയോടായിരുന്നു നമ്മൾ ഇത്രയും കാലം മിണ്ടിക്കൊണ്ടിരുന്നത്. സൂചനയാണത്, അല്ലെ? നമുക്ക് നൽകുന്ന സൂചനയാണ്. പെട്ടെന്ന് ഒരു അനുവാദം കൂടി ചോദിക്കാണ്ട് ഒരാൾ മാറിപ്പോകുമ്പോൾ അല്ലേ, ഇത്രയേ ഉള്ളൂ അമ്മ ഇതൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. കുറെ നേരമായി, കുറെ ദിവസമായി ഞാൻ ചോദിക്കണം. അതേപോലെ 1000 തവണ മറുപടി ശരിയായി. അതുപോലെ ഒരു ചോദ്യം കൂടി ഇട്ടത് കഴിഞ്ഞിട്ട് തരാം കേട്ടോ. അതുപോലെ 1000 തവണ ശ്രദ്ധിച്ച് കേൾക്കണം. 1000 തവണ ഒരു ശത്രുവോട് പോയിട്ട് മിത്രനാവാം. പക്ഷെ ഒരൊറ്റ തവണ പോലും ഒരു മിത്രനെ ശത്രുവാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കറക്റ്റ്. അയ്യോ അമ്മോ, ഒരിക്കലും നമ്മൾ ശത്രു ആക്കരുത്. ഒരു ശത്രുവിനെ മിത്രമാക്കാൻ. കാരണം അവര് ശത്രുതകളൊക്കെ 1000 തവണ ആ വ്യക്തിയോട് പോയി അവന്റെ വാതിൽ മുട്ടി എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മിത്രനാക്കാം. പക്ഷെ ഒരു മിത്രൻ ഒരിക്കലും ശത്രുവാക്കാൻ പാടില്ല. പറയാം എന്താണ്? ശത്രു ആയി കഴിഞ്ഞാൽ പിന്നെ അവനെ മിത്രനാക്കാൻ പാടില്ല. പിന്നെ അവിടെ ആ ഒരു മിത്രത്വം ഉണ്ടായിരുന്നില്ല. മാർക്ക് പോയി. ഞാൻ പറയട്ടെ,
ഈ ശത്രു എന്ന് പറയണുണ്ടല്ലോ, അവർക്ക് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയില്ല. പക്ഷെ ഒരു മിത്രന് നമ്മുടെ ആരോടും പറയാത്ത രഹസ്യം പോലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവന് നമ്മളെ നന്നായി തോൽപ്പിക്കാൻ കഴിയും. പക്ഷെ ശത്രുവിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു ശത്രുവിനെ ഒപ്പം കൂട്ടി മിത്രനാക്കാം. വേണമെങ്കിൽ അവൻ നാളെ നമ്മളെ ചതിച്ചാലും കുഴപ്പമില്ല, ഇത്രത്തോളം തന്നെ ആവുള്ളൂ. പക്ഷെ ഒരു മിത്രനെ ശത്രുവാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം അറിയുന്നവൻ നമ്മളെ തോൽപ്പിക്കുന്ന വേറൊരാൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മിത്രന്മാരെ ഒരിക്കലും ശത്രു ആക്കരുത്. മനസ്സിലായ നമുക്ക്? അവർക്ക് സ്വതന്ത്രമായിരിക്കും. അവര് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലൊക്കെ നടക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z അവർക്ക് അറിയും. നോക്ക് അമ്മ, അവർക്ക് ശത്രുവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ അമ്മ ഒരു ഗണപതിയാണെങ്കിൽ ഞാനൊരു എലിയാണ് അല്ലേ? അമ്മ എലി. അമ്മ ശ്രീരാമൻ ആവുകയാണെങ്കിൽ ഞാൻ ഹനുമാനാവും. മനസ്സിലായി? അപ്പൊ എന്നെ ഒരിക്കലും അമ്മ ശത്രുവാക്കരുത്. അത് മനസ്സിലായിക്കട്ടമ്മ. സൂക്ഷിച്ചമ്മ. സൂക്ഷിച്ചാൽ ദുഃഖിക്കരുത്. ഞാനൊരിക്കലും ശത്രുവാക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ വഴിയുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കരുത്. ഒരിക്കലും ഞാൻ ശത്രുവാക്കില്ല. വളർത്തി വലുതാക്കിയതന്നെ വല്ല തെറ്റായിട്ടാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഇനി നിന്നെ ആണോ ചോദ്യങ്ങൾ കഴിഞ്ഞ് എത്ര മാർക്ക് തരും മാഷേ? ഒരു 100-ല് ഇതൊക്കെ ചെറിയ കുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് 100-ല് ഒരു ജസ്റ്റ് പാസ്. ഒരു 35, 36 അല്ല 36 അല്ല. ഇത് വലിയ ചോദ്യം എന്നുള്ളത് നിസാരമായ ചോദ്യം. എവിടെ കഥ വന്നില്ലല്ലോ. അമ്മ ഈ പാട്ടൊന്നും പോലെ ഡിങ്കിരി 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 പട്ടാളം. എന്താ പാട്ടല്ലേ? അറിയില്ലേ അമ്മക്ക് പാട്ട്? പിന്നെ ഒന്നാമത് കണ്ടവേനാ ഈ പാട്ടൊന്നും പാടാൻ പറയണ്ട. ഒന്നാമത് പാട്ട് പാടാനും പറ്റില്ലല്ലോ ഇപ്പൊ. അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് മാറട്ടെ, അപ്പൊ പാടാലോ. അപ്പൊ എന്താ അതല്ല, ഒരിക്കല് അർജുനനും ശ്രീകൃഷ്ണനും കൂടി തളച്ചു പോകരുത്. തുറന്നു വെക്കണം. അല്ലെങ്കിൽ തളച്ചിട്ട് തുറന്നു ഇതാക്കട്ടെ. അല്ലെങ്കിൽ അത് തളച്ചതിന്റെ മസാല ഒക്കെ പോകും. അങ്ങനെയുണ്ട്. അപ്പം തിളക്കട്ടെ. അമ്മ വിചാരിക്കണം ഈ ചെക്കൻ ഏത് ദിവസം ചില ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാവണില്ല. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഇഷ്ടപ്പെടുന്നില്ല. കറക്റ്റായിട്ട് പറഞ്ഞു. ഇഷ്ടക്കുറവില്ലാതെ അങ്ങനെയാണോ? ചെറിയില്ലേ അപ്പൂപ്പ? പിന്നെ ഒരിക്കല് അർജുനനും കൃഷ്ണനും കൂടി നമ്മളിപ്പോ വാക്കിംഗ് ഒക്കെ പോയില്ലേ? നിന്റെ അച്ഛൻ കണ്ടില്ലേ? അപ്പൊ വാക്കിംഗ് പോവല്ലോ. ആരെങ്കിലൊക്കെ ഇവിടെ തുണക്കുണ്ടാവും. അവരുടെ കൂടെ ഒക്കെ പോയില്ലേ? അതുപോലെ കൃഷ്ണനും അർജുനനും കൂടി തേരിൽ ഇങ്ങനെ ഒരു സവാരി ഇങ്ങനെ പോവുകയാണ്. അത് സവാരി പോവല്ലേ? അച്ഛൻ വാക്കിംഗ് അല്ലേ പോണത്? അച്ഛൻ വാക്കിംഗ് പോണ പോലെ അച്ഛൻ നടന്നിട്ട് പോണു, അവര് തേരില് പോണു. അതിനെക്കാളും നല്ല അച്ഛൻ ഒരു റൈഡിങ്ങിന് പോണ പോലെ അർജുനനും കൃഷ്ണനും കൂടി ഒരു റൈഡിങ്ങിന് പോയി. ഒരു ഉപമ കണ്ടതേ, വാക്കിങ്ങും തേരോട്ടും ഒരേപോലെ അത്ര. എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോയിക്കൊണ്ടിരിക്കല്ലേ? അപ്പൊ ഒരു ആണ് ഭയങ്കര വിഷമത്തിൽ അവശനായി ഇങ്ങനെ ഭയങ്കര ഒരു സാഡായിട്ട് ഇങ്ങനെ നിൽക്കില്ലേ? അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ അർജുനൻ അത് ശ്രദ്ധിച്ചിട്ട് പാവം ഒരു മനുഷ്യൻ എന്ത് ബുദ്ധിമുട്ടാണാവോ. അർജുനത്തിന് നല്ല മനസ്സൊക്കെ അല്ലേ? എന്ത് ബുദ്ധിമുട്ടാണാവോ ആൾക്ക് എന്ന് പറഞ്ഞിട്ട് ആളുടെ അടുത്ത് വ്രതം നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ എന്താ ഭയങ്കര വിഷമത്തിലാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തൊക്കെ ചെയ്ത് ജീവിച്ചാലും ബുദ്ധിമുട്ടത് മാറുന്നില്ല, അതാണെന്ന് പറയും. അപ്പം അർജുനൻ എന്ത് ചെയ്യും? അത്രയേ ഉള്ളൂ, അതിനാണ് അത്ര വിഷമം എന്നാ. ഇങ്ങോട്ട് ഒരു പണക്കിഴി എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, ഇതുകൊണ്ട് നീ ജീവിക്കുക, നീ നിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കൊള്ളുന്നു. അയാൾ അതെടുത്തിട്ട് പോയി. അപ്പോൾ എന്നിട്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് ഒരു നോട്ടം, ഞാൻ ചെയ്തത് നല്ല കാര്യമല്ലേ കൃഷ്ണ എന്നുള്ള രീതിയിൽ ഒരു ഭാവം. അപ്പൊ കൃഷ്ണൻ ഒന്നിങ്ങനെ മെല്ലെ പുഞ്ചിരിച്ചു. നമ്മുടെ കൃഷ്ണൻ ആരാള് പുഞ്ചിരിച്ചു. അപ്പോൾ ഒന്നും വേണ്ടിയില്ല, പുഞ്ചിരിച്ചു. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ ആളിനെ കാണും. ചിലപ്പോ അത് കൃഷ്ണലീലയാവട്ടോ, ഇനി ആ ആളെ തന്നെ അവിടെ വെച്ചിട്ട് കാണാൻ സാധ്യത ഇല്ല. അപ്പൊ എന്താ പറഞ്ഞ അവിടെ ആ ആളെ കാണും. ആ ആള് പണ്ടത്തെ അതേപോലെ. അപ്പൊ അർജുനൻ പറയും, ഇയാൾക്കല്ലേ ഞാനത് കിഴി കൊടുത്തിട്ട് നന്നായി ജീവിക്കുന്നു പറഞ്ഞ്, എന്നിട്ട് എന്താ ഇയാൾ ഇന്നും ഇതേപോലെയെന്ന് പറയും. അതൊന്ന് ചോദിച്ചിട്ടാണല്ലോ പറഞ്ഞു. ചോദിക്കുമ്പോൾ പറയും, എൻ്റെ കയ്യിൽ നിന്ന് ആ പണക്കിഴി ഒരു കള്ളം കൊണ്ടുപോയി, പിന്നെ അതെനിക്ക് ഒന്നിനും ഒതുക്കിയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും അതേ സ്ഥിതിയിലാണ്. അപ്പോൾ അർജുനൻ എന്ത് ചെയ്യും? അർജുനൻ്റെ കഴുത്തിൽ കിടന്നൊരു എന്താ നവരത്നോ വജ്രോ ഇതുവരെ എന്തൊക്കെ വലിയ വിലപിടിപ്പുള്ളൊരു കാലാണ്.
അത് ഊരി കൊടുത്തിട്ട് പറയും ഇനി ഇത് ആരും ഇതുകൊണ്ട് നിനക്ക് നന്നാവും, ഇത് സൂക്ഷിച്ചിട്ട് നീ കൈകാര്യം ചെയ്യുന്നോട്ട് കൊടുക്കും. ഈ ആൾ ഇതിനെയും കൊണ്ട് പോകും. അപ്പോൾ അതും കഴിഞ്ഞു. കുറച്ച് അപ്പോഴും കൃഷ്ണനെ അത് കഴിഞ്ഞോ? അല്ല, അത് കഴിയല്ല, അതുകൊണ്ട് പോയി. അതുകൊണ്ട് പോയി ഇവര് ഇങ്ങനെ അപ്പോഴും കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കണ്ട അർജുനൻ. ഇപ്പോഴും ഞാൻ ചെയ്തത് നല്ല കാര്യമല്ലേ കൃഷ്ണ എന്നുള്ള രീതി. ഇതൊക്കെ എവിടെ പോയി കൊണ്ടുപോയതൊക്കെ ഞാൻ പറയാം, അത് കഥയിൽ വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ കൃഷ്ണൻ അപ്പോഴും ഒന്ന് പുഞ്ചിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോ വീണ്ടും ഇതുപോലെ ഒരിക്കൽ സവാരി പോണ സമയത്ത് ഈ മനുഷ്യൻ വീണ്ടും അതേ കോലത്തിൽ അവിടെ നിൽക്കും. അപ്പൊ അർജുനന് ദേഷ്യം വരും. എന്താ നിനക്ക് ഞാൻ അത് തന്നു, അത് കള്ളം കൊണ്ടുപോയി എന്ന് പറയും. ഇനി എന്താ നീ ഇങ്ങനെ ചോദിക്കും. അത് എന്താ ഉണ്ടായി അറിയുക, അത് ഈ മാല കൊടുത്തില്ലേ, അപ്പൊ ഇത് നല്ല കൈകാര്യം ചെയ്യുന്നു, ഇതുകൊണ്ട് നന്നായി ജീവിക്കുന്നു പറഞ്ഞില്ലേ. അപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്ത് അറിയോ, അതിനെ കൊണ്ടിട്ട് ഭാര്യയോടും കൂടി പറയാതെ ഈ കള്ളം കൊണ്ടുപോകുന്നുള്ള പേടിയല്ലേ. അപ്പൊ അതിനെ ഭയങ്കര സൂക്ഷ്മതയോടെ ഒളിച്ചു കൊണ്ടുപോയിട്ട് ഒരു കലത്തിന്റെ ഉള്ളിൽ ഇട്ടു. ഒരു കുറെ മൺകുടം കലമൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടില്, അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഭാര്യയോട് പോലും ഇന്നൊരു സാധനം കിട്ടി ഞാൻ അവിടെ വെച്ചു പറയാൻ ആൾക്ക് വിശ്വാസമില്ല, ആലോചിച്ച് നോക്ക്. അങ്ങനെ വെച്ചു. എന്നിട്ട് അങ്ങോട്ട് പോലെ കിടന്നിറങ്ങി. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ കുട അവിടെ കാണാനില്ല. ആ മണ്ണിൽ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുടത്തിലും തപ്പി നോക്കുമ്പോൾ ഏതിലാണ് ഞാൻ ഇട്ട് പറഞ്ഞ് നോക്കുമ്പോൾ കാണാനില്ല. അന്ന് ആ കുട എടുത്തിട്ടാണ് എൻ്റെ ഭാര്യ വെള്ളത്തിന് പോയത്. വെള്ളത്തിന് പോയിട്ട് ഭാര്യക്കറിയില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മാലയുണ്ട് ഇത്തിരി വെള്ളമെടുപ്പുള്ളതെന്ന്. അവര് പോയിട്ട് നദിയിൽ, അന്നൊക്കെ അങ്ങനെയല്ലേ, നദിയിലെ വെള്ളമൊക്കെ അല്ലേ കൊണ്ടുവരിക. അതിന് പിടിക്കാൻ പോകുമ്പോൾ ആ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് അത് നദിയിലേക്ക് പോയി. അതിന് മുമ്പ് കിട്ടിയ കുറെ പിടിയിൽ കിട്ടിയില്ല, അതോ സ്വർണ്ണം പറഞ്ഞില്ലേ, കള്ളം കൊണ്ടുപോയോ? അത് ശരി. അതല്ലേ കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കൊടുത്തത്. ഇത് കേട്ടില്ലേ അപ്പോ? ഇത് ആര് കിട്ടിയത് ഇത്രയും വലിയൊരു സാധനം? എന്നിട്ട് ഈ പിന്നെ അവർക്ക് പിന്നെ ഇതില്ലല്ലോ. അപ്പൊ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കൃഷ്ണൻ തന്നെ പറയുന്നു അർജുനനോട്, നമുക്കേ ഒരു സവാരി ഇങ്ങനെ പോയാലോ അർജുനാന്ന്. അപ്പൊ പോവാനോ പറയും. അപ്പൊ വരുമ്പോ അതേ ഇയാൾ വീണ്ടും നിൽക്കണം. അപ്പൊ ചോദിക്കും അർജുനൻ. അപ്പൊ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് ചോദിക്കും, അതെ 2 പ്രാവശ്യമായി നീ ഇങ്ങനെ ചെയ്യുന്നു, എന്താ നീ ഇതുപോലെ നിൽക്കുന്നത്? ഞാൻ ഇത്രയും വിലപിടിപ്പുള്ള ഒരു മാല വന്നിട്ട് നിനക്ക് വീണ്ടും അങ്ങനെ നീ എന്താ ഞങ്ങളെ കളിപ്പിക്കാനോ കളിയാക്കണോ നീ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പൊ നമുക്ക് മീനിടാം, എന്നിട്ട് ബാക്കി കേട്ടോ. നീ നോക്കണ്ട, നിനക്ക് ഇഷ്ടമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയരുത്. എന്നാലും ഭക്ഷണത്തിന് ഞാൻ കുറ്റം പറയാറില്ല. ഇഷ്ടം കഴിയില്ല, ഓക്കെ. ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് നിങ്ങൾ കഴിക്കുന്നത് കാണാനോ ഇഷ്ടമാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വഴുതനയ്ക്ക് അധികം വേവില്ലല്ലോ. അപ്പോൾ പറയും, ചോദിക്കുമ്പോൾ പറയും അത് ഇങ്ങനെ ചെയ്തു എന്ന് പറയും. ഈ കുടത്തിൻ്റെ ഉള്ളിൽ ഇട്ട കാര്യമൊക്കെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അത് ശരി, ഇത് ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് എന്ത് പറയുന്നത്, ശരി ഇതാ ഒരു നാണയം, ഒരേ ഒരു നാണയം എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, എന്നാ ഇതും കൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇയാൾ ആ നാണയം കൊണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ഇയാളുടെ മനസ്സിൽ, അപ്പോൾ അർജുനൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ല ഞാൻ ഇത്രയും വലിയ സാധനം കൊടുത്തിട്ട് ഇയാൾ നന്നായിട്ടില്ല, ഈ ഒരു നാണയം കൊണ്ട് ഇപ്പോൾ ഇയാൾക്ക് എന്തുണ്ടാവാനാ മനസ്സിൽ വിചാരിച്ചു. ഒരു പുച്ഛഭാവം. കാരണം ഇത്രയും വില ഒരു നാണയം കൊണ്ട് എന്തുണ്ടാവാനാന്നുള്ളൊരു ഭാവത്തിൽ ഒരു അർജുനൻ വിളിച്ചത്. അപ്പൊ കൃഷ്ണനും ഒരു പുഞ്ചിരിച്ചു. അപ്പൊ അതങ്ങനെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഒരു നാണയമില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഈ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴയോരത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മീനിനെ എന്തിട്ടാ പിടിക്കുക, ചൂണ്ടയിട്ടിട്ട് ചൂണ്ടയിട്ടിട്ട് ഒരാള് മീൻ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഒരു മീന് കിട്ടി. ആ മീനിനെ കിട്ടിയപ്പോ ആ മീന് ഇങ്ങനെ വായ പൊളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാണസഞ്ചാരം പോലെ ഈ കുളത്ത് വിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രാണസഞ്ചാരത്തിൽ ഇതാക്കുന്നുള്ളപ്പോ ഈ ഒരു നാണയം വെച്ച ആൾക്ക് എന്തോ, ഈ ഒരു നാണയം കൊണ്ടിപ്പോ എനിക്ക് ഒന്നും ആവില്ല. അപ്പൊ ഞാൻ എന്തായാലും ഈ മീൻ ഇങ്ങനെ പഴകിയാൽ ഇതിന്റെ ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാം. ഇതിനെ എനിക്ക് ജീവനോടെ ഇയാളുടെ മേടിക്കാറുണ്ട്. അയാൾക്ക് ഈ ഒരു നാണയം കൊടുത്തിട്ട് ആ മീനിനെ മേടിക്കും. ഒരു സത്കർമ്മം ചെയ്യാൻ വിചാരിച്ചു. സത്കർമ്മം, അതായത് ആ ജീവൻ പഴയുന്ന കണ്ടപ്പോ ഇയാൾക്ക് മനസ്സിലൊരു വിഷമം. അങ്ങനെ അയാൾ ആ ഒരു നാണയം കൊടുത്തിട്ട് ആ മീൻ മേടിക്കും. ആ മീൻ മേടിച്ചിട്ട് ഇയാളെ കൊണ്ടുവന്നിട്ട് ഇയാളുടെ വീട്ടിലൊരു കുഴി പോലെ അതിൽ ഇട്ട് വെക്കും.
ഒരു വെള്ള ടാങ്കിന് പോലെയുള്ള സാധനത്തിൽ എന്തോ ഇടും. സാധനം വെള്ളം അതില് ഇട്ട് വെക്കും. അപ്പൊ ഈ ഇതിങ്ങനെ മീനിങ്ങനെ ഇങ്ങനെ വായ ഇങ്ങനെ പൊളിച്ചിട്ട് അപ്പോഴും ആ പ്രാണസങ്കടം കൊണ്ട് ഇങ്ങനെ ചെയ്യില്ലേ, വായ കൂട്ടാതെ. അത് കഴിഞ്ഞപ്പോൾ എന്താ ഇത് ഇങ്ങനെ, ഞാനിതിനെ രക്ഷിക്കാനല്ലേ കൊണ്ടുവന്നു പറഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൻ്റെ വായ രണ്ടുകൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ വലിച്ചു നോക്കിയപ്പോ എന്താ അറിയോ, ആ മാല ഏത് പണ്ട് അർജുനൻ കൊടുത്തത് കുളത്തിന്റെ ഉള്ളിൽ ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയില്ലേ ഭാര്യ, ആ മാല ഈ മീനിന്റെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അത് അപ്പൊ ഇത് അങ്ങോട്ട് വലിച്ചപ്പോ ഈ മാല കിട്ടിയില്ല. അപ്പൊ ഇയാള് ഉറക്കെ വിളിച്ചു പറയാൻ എന്താറിയോ, ആ എന്റെ കളഞ്ഞുപോയ സാധനം കിട്ടി, എന്റെ കളവ് പോയ സാധനം കിട്ടി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയും. അത് കേട്ടപ്പോ ആ വഴിയുടെ അവന്റെ വീട്ടിന്റെ പരിസരത്ത് കൂടെ ആദ്യം കിഴി കട്ട കള്ളനില്ലേ, ആ കണ്ണം കൊണ്ടായിരുന്നു. ആ കള്ളൻ എന്ത് പറയോ, എന്നെ പിടിക്കാണ്, കള്ളനെ കിട്ടിയെന്ന് പറയുന്നുണ്ട്, ദൈവമേ ഇനി ഇത് ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് എന്റെ കയ്യിൽ കിഴിയും കൂടി കണ്ടാൽ ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് ആ കിഴിനെ ഇയാളുടെ വീട്ടിലൊന്ന് വിളിക്കിട്ടിട്ട് ഓടും. ഇയാൾ ആ മാലയും കൊണ്ട് വരുമ്പോ കിഴി അവിടെ കെട്ടണം. അപ്പൊ മാലയും കിട്ടി കിഴിയും കിട്ടി ഇയാൾക്ക്. എന്താ, ഈ 1 രൂപ നാണയം, ഒരു നാണയം കൊണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, ഇയാൾക്കൊരു കിഴി കിട്ടിയപ്പോ ഇയാളുടെ മനസ്സിൽ, ഓ എനിക്ക് ഇത്രയും കിഴി കിട്ടിയില്ലേ, ഇനി എനിക്ക് അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ഇതിൽ അയാൾ വരുമ്പോ അയാളുടെ മനസ്സിൽ ഒരു നന്മയൊന്നും ചെയ്യാം. സ്വയം മറന്നു, അയാളെന്നെ മറന്നു. എനിക്ക് ഈ കിഴി കിട്ടി ഇനി എനിക്ക് അങ്ങനെ അധ്വാനിക്കാണ്ട് കിട്ടിയതാണല്ലോ, അധ്വാനിക്കാണ്ട് കിട്ടിയ മുതലല്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജീവിക്കാം ഇങ്ങനെ ജീവിക്കാന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാർത്ഥത ആ മനസ്സിൽ അപ്പൊ തന്നെ കടന്നു വന്നു. രണ്ടാമത് മാല കിട്ടിയപ്പോ സ്വന്തം ഭാര്യയോടും കൂടി പറയാതെ, സ്വന്തം ഭാര്യയോട് പറയില്ലേ, ഇത് അങ്ങനെ ഒരു മാല കിട്ടി അല്ലെങ്കിൽ ആദ്യം ഒരു കിഴി കിട്ടി അത് പോയി, അതൊക്കെ പറയില്ലേ. അതൊന്നും പറയാണ്ട് ഇയാൾക്ക് ഈ മാല കിട്ടിക്കഴിഞ്ഞപ്പോ ഇനി എനിക്ക് ഒന്നുമില്ല, എന്റെ ഭാര്യ പോലും അറിയരുത്, ഭാര്യ അവളുടെ സ്വന്തം ജീവിത പങ്കാളിയാണ്, അവള് പോലും അറിയരുത് എന്ന് പറയുമ്പോ അതൊരു വലിയ സ്വാർത്ഥതയല്ലേ. അപ്പൊ അങ്ങനെ ഒരു സ്വാർത്ഥത അയാൾ വന്നപ്പോ ദൈവത്തിന്റെ പരീക്ഷണമാണത്. പക്ഷെ ഈ ഒരു നാണയം കിട്ടിയപ്പോ ഇയാൾക്ക് എന്തോന്നി, ഇതുകൊണ്ട് എനിക്ക് എന്താവുക, ഇതൊരു നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് അവിടെ വന്നു. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന് അർജുനനാണ് കൊടുത്തത്, മറ്റൊന്ന് ശ്രീകൃഷ്ണനാണ്. അർജുനൻ ഒന്നും അറിയിക്കുക, പരമാത്മാവാണ് ആണെന്ന് എന്തായാലും അർജുനൻ അറിയാം. അപ്പൊ പരമാത്മാവോട് എടുക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ആ മഹാനെക്കാട്ടിലും ആ മഹാശക്തിനെക്കാട്ടിലും ഒന്ന് വലുതായി എന്ന് വെച്ചാൽ സ്വയം മറന്നു. കൃഷ്ണനോടൊന്ന് ചോദിക്കുക, ആത്മമിത്രനാണ് എല്ലാം ആണല്ലോ, ഞാനത് അങ്ങനെ ചെയ്യാൻ പോകുന്ന ഒരു അനുവാദം കൂടി ചോദിക്കാതെ കൃഷ്ണനെക്കാട്ടിലും മുന്തിയത് കൊടുത്തു. അപ്പോൾ അർജുനൻ എത്രയായാലും മനുഷ്യനാണല്ലോ, അപ്പൊ ദൈവം കൊടുക്കുവോളം വരില്ല മനുഷ്യൻ കൊടുക്കുന്നത്. മനുഷ്യൻ എത്ര സഹായിച്ചാലും ദൈവം നമുക്ക് നൽകും പോലെ ആവില്ല എന്നുള്ളൊരു സത്യം. പിന്നെ അർഹതപ്പെട്ട സമയത്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ, അല്ലാണ്ടിരുന്ന അഹങ്കാരം നിറഞ്ഞു പോവും എന്നുള്ളൊരു ഇതും കൂടി കൃഷ്ണൻ പറയുന്നുണ്ട്. ആ കഥയിൽ അവസാനം എന്താ അറിയോ, ഇവര് വീണ്ടും ഇങ്ങനെ വരുമ്പോ കാണുമ്പോ ഇയാള് വലിയ നിലയിലെത്തിയിരിക്കുന്നു, അതായത് നല്ല വീട്, നല്ല വസ്ത്രം എല്ലാം മാറിയിരിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞത്, ഞാൻ അത്രയും വലിയ കിഴി കൊടുത്തിട്ട് സംഭവിക്കാത്തത്, ആ മാല കൊടുത്തിട്ട് സംഭവിക്കാത്തത്, ഇത് ഒരു നാണയം കൊണ്ട് സംഭവിച്ചല്ലോ, ഇതെങ്ങനെയെന്ന് പറയുമ്പോഴാണ് ഭഗവാൻ പറയുന്നത് സ്വാർത്ഥത. നമ്മള് ഒരു മനുഷ്യന് എത്രയൊക്കെ നമുക്ക് ഐശ്വര്യം വരിക അതൊക്കെ ചെയ്യില്ലേ, ആ സമയത്ത് നമുക്ക് സ്വാർത്ഥത അഹങ്കാരം ഒക്കെ കൂടും, അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അത് മുഴുവൻ ആ സമയം. അപ്പൊ ദൈവം അത് കാണുമ്പോൾ അത് നഷ്ടപ്പെടും. പക്ഷെ ദൈവം അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയൊരു നമ്മുടെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ അതുപോലെ സരിസമമായിട്ട് നമ്മുടെ ജീവിതം ഒരു ക്ലാസ്സിൽ എന്താ പറയുക, ഒരു അല്ലലില്ലാതെ നമുക്ക് ജീവിച്ചു പോകാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുകൊണ്ട് പഠിക്കേണ്ട മെയിൻ ലെസൺ എന്താന്ന് പറഞ്ഞാൽ, ഒരുപാട് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയും അഹങ്കാരവും ഞാൻ എന്നുള്ള എല്ലാ സംഭവങ്ങളും വരുമ്പോൾ അത് വന്ന പോലെ തന്നെ പോവും. അത് കുറച്ചു കാലം നമ്മുടെ ഒപ്പം നിന്നാൽ ഒരു വിരുന്നുകാരനെ പോലെ നിന്ന് പോവും. അതിന്റെ പകരം 1 രൂപയുടെ തൊട്ട് ഒരു സ്വർണ്ണ നാണയം കിട്ടിയാലും അതുകൊണ്ട് മറ്റുള്ളൊരു ജീവനെ രക്ഷിക്കണം എന്നുള്ള തോന്നൽ വന്നാൽ അത് കുന്നോളം പെരുകി ഒരു കാലത്തും നശിക്കാത്തൊരു ഐശ്വര്യമായി നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും എന്നാണ് പരമാത്മാവ് ഇതിലൂടെ മനസ്സിലാക്കി തന്നത് അല്ലേ. നല്ല കഥ കേട്ടോ, ഇഷ്ടപ്പെട്ടു കേട്ടോ. ബുദ്ധി ഉണ്ടെന്ന് തെളിയിക്കും ചെയ്തു. ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം തന്നില്ലേ. എന്താ പറഞ്ഞേ, ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞത് വലിയ വലിയ ചോദ്യങ്ങളല്ലോ. വലിയ ചോദ്യങ്ങൾ നാളെ മറ്റന്നാളെ ചോദിക്കാം. അപ്പൊ ഇതിൽ കറക്റ്റായിട്ട് മാർക്ക് തരാം കേട്ടോ.
ശരിയല്ല. ഇത് അമ്മ ഇങ്ങനത്തെ മാഷന്മാരെ കിട്ടിയ പിന്നെ എങ്ങനെ കുട്ടികളെ അമ്മ ഇത് ചെറിയ എക്സാം ആണ് അമ്മ. അത് കാരണം ഇതിന് വലിയ കാര്യമായിട്ട് അങ്ങനെയല്ല. അല്ല കുട്ടി ഇത് പ്രൈമറി സ്കൂളാണ്. ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ ഇതിനെക്കാളും ടഫായിട്ടുള്ള തരാം കേട്ടോ. ഇപ്പൊ പേടിക്കണ്ട. പ്രൈമറി സ്കൂളിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിക്കേണ്ട ചോദ്യം മാത്രമേ ഞാൻ ഇന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇനി അറ്റ്ലീസ്റ്റ് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റിയ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിക്കാം. അത് ശരി. അപ്പോൾ ഇതെന്തായി? ഇത് പെട്ടെന്ന് വേവുമല്ലോ. ഇതായി 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് മതി. ഓ 2 മിനിറ്റ് കൂടി ആയാൽ ഇതായി കേട്ടോ. അപ്പോൾ എന്തൊക്കെ പെട്ടെന്ന് വേവും ഈ വഴുതനങ്ങ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഉപ്പൊന്ന് നോക്കിയാലോ? ഇപ്പം നോക്കിക്കോളൂ. ഇത് വഴുതനങ്ങയാണോ ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വറവിടാം. വറവിടല് പിന്നെ ഇപ്പം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? മീനൊക്കെ ഇട്ടില്ലേ ഇത്? ഇട്ടു, എല്ലാം കണ്ടോ? മീനും എല്ലാം വെന്തു കണ്ടോ? ഇത് നിങ്ങൾ ഈ പുഴമീൻ ഇങ്ങനെ വെച്ചാൽ നല്ല സ്വാദാണ്. വഴുതനങ്ങ വെണ്ടയ്ക്കൊക്കെ ഇടാം. കായ വഴുതനങ്ങ വെണ്ടയ്ക്ക 2 മിനിറ്റും കൂടി വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് വറവിടാം അല്ലേ? അപ്പൊ ഇത് 26 മിനിറ്റ് ആയതുകൊണ്ട് ഇനി അത് കാണിക്കാൻ നിന്ന് ചിലപ്പോൾ ഇപ്പൊ വറവിടുന്ന ഞാൻ കാണിക്കില്ല. ചെറിയ ഉള്ളി ഒന്ന് താളിച്ചൊഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഓഫ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് അത്രയും നേരം വേഗം. അപ്പൊ ഇത്തിരി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി 2 മണി ഉലുവയും കൂടി ഇങ്ങനെ വറവിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതായി കണ്ടോ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കേ. എന്നിട്ട് വറവിട്ടെടുത്ത് നല്ല കറിയായിട്ട് അടിപൊളിയായിട്ട് പുഴമീൻ കൂട്ടി ഒരു ഭക്ഷണം കഴിക്കാം. ഇനിയിപ്പോ ഇങ്ങോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പയറുപ്പേരി ഈ കറിയൊക്കെ കൂട്ടി ഇതിന്റെ മീൻ വറക്കാനും മസാല തിരികെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ, ബൈ.